പ്രിയ സുഹൃത്തുക്കളെ, ഐ ആം എം എ റഷീദ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കോട്സിനെ കുറിച്ചാണ്. ടേൺ യുവർ പ്രോബ്ലംസ് ഇൻ ടു ഓപ്പർച്യൂണിറ്റീസ്. നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രതിബന്ധങ്ങൾ, അവയിൽ നമ്മൾ നിരാശപ്പെട്ടുകൊണ്ട്, പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ടുള്ള പാത സൃഷ്ടിക്കാതെ നമുക്കത് അവസരങ്ങളാക്കി മാറ്റാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ അതിനെ ഒരു ഓപ്പർച്യൂണിസ്റ്റ് ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. നമ്മൾ വെൻ വി ഫേസ് എ പ്രോബ്ലം, നമ്മൾ ഒരു വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ നമുക്ക് എന്താണ് അതിന് പകരമായിട്ട് നമുക്കതൊരു ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കാണുകയും ആ പ്രശ്നങ്ങളെ നമ്മൾ പഠിക്കുകയും എന്താണ് അതിൻ്റെ പ്രയാസങ്ങൾ, എങ്ങനെ അത് പരിഹരിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചർച്ച, അതുപോലെ കിട്ടാവുന്നിടത്തോളം കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുകയും ചെയ്യുക. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, ഈ പ്രശ്നം ഇപ്പോഴത്തെ പ്രശ്നമാണ്, ഇത് കഴിഞ്ഞാൽ കൂടുതൽ നല്ല അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ നമ്മുടെ ശരിക്കുള്ള ഇത് വീണ്ടെടുത്തുകൊണ്ട്, പൊട്ടൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ നേരിടാനുള്ള ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കണം. അത് ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കറിയാം, തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ഒരു വലിയ ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. 10,000-കണക്കിന് കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ഒരു കണ്ടുപിടുത്തം നടത്തി അത് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ആളുകൾ വലിയ ആവേശത്തോടെ ഇതിനെ സ്വീകരിക്കും. അപ്പോൾ അവർ വിചാരിക്കുന്നത് ചിലപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തി ഒരു കണ്ടുപിടുത്തത്തിൽ എത്തിച്ചേർന്നതെന്നാണ്. പക്ഷേ ആയിരക്കണക്കിന് ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ അവസാനമാണ് ഞാൻ ഒരു വിജയത്തിലെത്തുന്നത്. അതുതന്നെയാണ് ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമായിട്ടുള്ളത്. നമുക്കറിയാം, എഡിസൺ അദ്ദേഹത്തിൻ്റെ ബൾബ് പരാജയപ്പെട്ടപ്പോൾ ആ പ്രവർത്തനങ്ങളിൽ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായേക്കും. അതിലൂടെയൊക്കെ അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് അവർ ലേൺ ചെയ്തു. അതിലൂടെ അദ്ദേഹം വളർന്നു. അദ്ദേഹത്തിന് ഒരുപാട് ടെക്നിക്സും ഒരുപാട് ടെക്നോളജികളൊക്കെ അദ്ദേഹം അതിലൂടെ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് നേരിടാൻ പറ്റുമെന്നുള്ളതാണ്. പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് മാറ്റാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുക, ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ് ഓബ്സ്റ്റക്കിൾസ്, നമ്മൾ അതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ആ സൊല്യൂഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെ നിന്നൊക്കെ നമുക്ക് ആ പരിഹാരം ലഭിക്കും എന്നുള്ള കാര്യങ്ങൾ പഠിക്കുക. രണ്ടാമത്തെ കാര്യം, അതിന് ടേക്ക് ആക്ഷൻ. ആ പരിഹാരത്തിന് വേണ്ടി നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഡോണ്ട് വെയിറ്റ് ഫോർ ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് അവസരങ്ങൾ, വളരെ ശാന്തമായ അവസരങ്ങൾ കടന്നു വരും വിചാരിച്ചിരുന്നാൽ ജീവിതത്തിൽ ഒരിക്കലും വിജയം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ്. ഈ മിസ്റ്റേക്സ് നമുക്ക് വളരാനും കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുള്ള അവസരങ്ങളാക്കി മാറ്റുക. നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ എല്ലാ വിജയങ്ങളുടെയും പിന്നിൽ ചെറിയൊരു പുതിയ പ്രവർത്തനമാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് മാറ്റാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.